आपके द्वारा डायल किया गया. Who is the President of India? The President of India is Ramnath Kovind. നമ്മൾ ഇന്ന് വരെ ഉള്ള ഒരു സ്മാർട്ട് വാച്ചിനകത്തും കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം. മോലൈഫിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു, മോലൈഫ് സെൻസ് 500. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മോലൈഫിൻ്റെ സെൻസ് 500 പ്രോ എന്ന സ്മാർട്ട് വാച്ചാണ്. സെൻസ് 500നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള ഒരു സ്മാർട്ട് വാച്ചാണ് മോലൈഫ് സെൻസ് 500 പ്രോ. എനിവേ, ഈ ഒരു സ്മാർട്ട് വാച്ചും വളരെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് വാങ്ങാമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈവൻ നമുക്ക് സ്മാർട്ട് വാച്ചിനകത്തൂടെ നമുക്ക് ഫോണിൽ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പോലും സാധിക്കും. അപ്പോൾ കോളിംഗ് ഫീച്ചറുള്ള സ്മാർട്ട് വാച്ചാണ് 3000 രൂപയിൽ താഴെ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓർക്ക് 7 വ്യത്യസ്ത കളറുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് നൽകുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്മാർട്ട് വാച്ച് ഇവിടെ ഇതുപോലെ ഇരിക്കുന്നു. അത് പുറത്തേക്ക് എടുക്കാം. യെസ്, വാച്ച് ഞാൻ പുറത്തേക്ക് എടുത്തു. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വേറെ ഈ ബോക്സിനകത്തുള്ളത് ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ്. സാധാരണ ഇപ്പോൾ അടുത്തിടെ വരുന്ന മിക്ക സ്മാർട്ട് വാച്ചുകളോടൊപ്പം വരുന്ന ടൈപ്പ് ചാർജിങ് കേബിൾ തന്നെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. മാഗ്നറ്റിക് ടൈപ്പാണ്. നമ്മൾ ഇന്ന് വരെ ഉള്ള ഒരു സ്മാർട്ട് വാച്ചിനകത്തും കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം, അതായത് എ സ്റ്റെപ്പ് ടുവേർഡ്സ് നോട്ട് ലെറ്റിംഗ് മദർ നേച്ചർ എസ്കേപ്പ് എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഇതിനകത്ത് എന്താ സംഭവം വെച്ചാൽ, ദിസ് കാർഡ് ഈസ് പ്രിന്റഡ് ഓൺ എ പ്ലാന്റബിൾ പേപ്പർ ക്യാരിയിങ് ബേസിൽ സോപ്പ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിന്നെ ഇതിനകത്ത് എന്തോ ചെടിയുടെയോ ധാന്യത്തിൻ്റെയോ എന്തോ അരി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടൊന്ന് വെറുതെ മണ്ണിൽ ഇട്ടാൽ മതി, നനവുള്ള മണ്ണിൽ ഇട്ടാൽ ഇതിനകത്ത് കിളിച്ച് വരും. നമുക്ക് ഇതിനകത്ത് കാണാം, ഇതിനകത്ത് ചെറുതായിട്ട് ഇതിൻ്റെ ആ അരികൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ചെറുതായിട്ട് അറിയാൻ പറ്റും. നമ്മളിത് കൊണ്ട് വെള്ളത്തിലിട്ടാൽ മതി, കിളിച്ച് വരും. നമ്മൾ വലിച്ചെറിയുന്ന ഈ പേപ്പറുകളിൽ നിന്ന് 1-2 ചെടികൾ കിളിച്ച് വന്നാൽ അത്രയും നല്ലതല്ലേ എന്ന് ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സിനകത്ത് ഇങ്ങനെ ഒരു ഐറ്റം കാണുന്നത്. മാത്രമല്ല, മോലൈഫ് ഓർക്ക ഒരു ഇന്ത്യൻ സ്മാർട്ട് വാച്ച് ബ്രാൻഡാണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ ഇതിനകത്ത് സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. അൺബോക്സിങ്, എസ്കേപ്പ് ഫ്രം ബോറിങ്, അതുപോലെ ഇങ്ങനെയൊക്കെ എഴുതിയ കുറേ സ്റ്റിക്കറുകളുണ്ട്. അതും ഞാനൊരു സ്മാർട്ട് വാച്ചിൻ്റെ കേസിൽ ആദ്യമായിട്ട് കാണുന്നു. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ, വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് വാച്ച് സെൻസ് 500 പ്രോ. പുറത്തുള്ള ആ ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒഴിവാക്കുന്നു. അപ്പോൾ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ഒരു ക്രൗണും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. നമുക്ക് കോൾ ഇതുവഴി അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്ര ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 56 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിലായിട്ട് സെൻസറുകളുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിരവധി സെൻസറുകൾ, ഡെഡിക്കേറ്റഡ് സെൻസറുകൾ, ഹാർട്ട് റേറ്റ് സെൻസറുകൾ തുടങ്ങിയ നിരവധി സെൻസറുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ ചാർജിങ് ലിഡും നമുക്കിതുപോലെ ഇവിടെ കാണാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ മോലൈഫ് എന്ന് എഴുതി കാണിക്കുന്നു. ഡാഫിറ്റ് എന്ന് പറയുന്ന കമ്പാനിയൻ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാച്ച് നമ്മളുടെ ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ടത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെൻസ് 500 ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. പെയറിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും ഇവിടെ സ്മാർട്ട് വാച്ച് പെയറായി. ഈ ഒരു വാച്ചിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ, ഈ ഒരു ഭാഗം മെറ്റാലിക് ആണ്. സിങ്ക് അലോയ് കൊണ്ടാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വാച്ചുകൾ, കൂടുതൽ വാച്ചുകളിലും പ്ലാസ്റ്റിക് ബിൽഡാണ് കണ്ടുവരാറുള്ളത്. പക്ഷേ ഇവിടെ സിങ്ക് അലോയ്, മെറ്റാലിക് ബിൽഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ നല്ല ഒരു സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. സിലിക്കൺ സ്ട്രാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്ട്രാപ്പ് കണ്ടില്ലേ, നമുക്കിത് ഡിറ്റാച്ചബിൾ ആണ്. ഇത് ഊരി മാറ്റി വേറെ കളർഫുൾ ആയിട്ടുള്ള സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. മോലൈഫിൻ്റെ തന്നെ ഈ ഒരു മോഡൽ തന്നെ വ്യത്യസ്ത കളർ ബാൻഡുകളുടെ വാങ്ങുമ്പോൾ 150 രൂപയുടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ വേറെ കളർഫുൾ ബാൻഡ് കൂടെ ലഭിക്കുന്ന തരത്തിൽ നമുക്ക് വാങ്ങാം. 7 വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ ബാൻഡുകൾ നമുക്ക് മോലൈഫിൻ്റെ ഈ ഒരു വാച്ചിനോടൊപ്പം തന്നെ നമുക്ക് മാറി മാറി എടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 1.7 ഇഞ്ചിൻ്റെ 2.5D കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു IPS ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാച്ചിനകത്ത് ഇതുപോലെ 10ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പോർട്സ് മോഡുകളുണ്ട്. അതായത് റണ്ണിങ്, ജമ്പിങ്, യോഗ തുടങ്ങി 10ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പോർട്സ് മോഡുകളാണ്. അത്തരം
കായിക വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് അവ കൃത്യമായിട്ട് അതിനെ നമ്മൾ എത്രമാത്രം കലോറി ബേൺ ചെയ്യുന്നു, എത്രത്തോളം വ്യായാമം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ഇതുവഴി നമുക്ക് മോണിറ്റർ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നമ്മെ സഹായിക്കും. മാത്രമല്ല ഇത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയും ചെറിയ മഴ ഉള്ളപ്പോഴൊക്കെ നമ്മളിത് കൈകെട്ടിക്കൊണ്ട് പുറത്ത് പോകുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. മഴ നനഞ്ഞാലോ വിയർപ്പ് തുള്ളിയൊക്കെ കാര്യാലോ വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്തില്ല. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോൾ ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മളെ ആരെങ്കിലും നമ്മുടെ ഫോണിലേക്ക് വിളിച്ചാൽ ബ്ലൂടൂത്ത് വഴി ഇതിനകത്ത് നമുക്ക് കോൾ കാണാനും ആരാണ് വിളിക്കുന്നതെന്ന് അറിയാനും അത് ഡിസ്കണക്ട് ചെയ്യാൻ മാത്രമല്ല ആ കോൾ അറ്റൻഡ് ചെയ്ത് ഈ ഒരു വാച്ച് വഴി നമുക്ക് സംസാരിക്കാനും സാധിക്കും. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഈ ഒരു വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് AI വോയിസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് AI അസിസ്റ്റൻറ്റ്. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റും ഐഫോണിനോടൊപ്പം പെയർ ചെയ്ത് കഴിഞ്ഞാൽ സിരിയും നമുക്കിതിനകത്ത് ഇൻവോക്ക് ചെയ്യാം വാച്ചിലൂടെ ഫോണിലേക്ക്. ഇപ്പോൾ ഈ ഒരു ബബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹു ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? The President of India is Ram Nath Kovind. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് നമുക്ക് വാച്ചിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ് എന്നുകൂടി ഓർമ്മിക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് വോയിസ് പിടിച്ച് ഫോണിലേക്ക് കൊടുത്ത് ഫോണിൽ നിന്ന് ആൻസർ തിരിച്ച് ഇതുവഴി കേൾപ്പിക്കുന്ന ഒരു രീതി. എന്ത് തന്നെയായാലും നമുക്ക് ഇത്തരത്തിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമുക്കിതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി. ആ സൗണ്ട് കേൾക്കുന്ന പോലെ വാച്ചിൽ നിന്നാണെന്ന് ഓർമ്മിച്ചോളട്ടെ. വാട്ട് ഈസ് ദ വെദർ റൈറ്റ് നൗ? It's 29 and partly cloudy. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വഴി ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ ഈ പറഞ്ഞ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വഴി നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു വാച്ചിനകത്ത് സാധിക്കും. അതും ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസ് റേഞ്ചിൽ എന്നുള്ളത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഹോം സ്ക്രീനിൽ നമുക്കിതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഡിഫോൾട്ടായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്കിതുപോലെ മാറി മാറി ഉപയോഗിക്കാൻ സാധിക്കും. ഉണ്ടല്ലേ? നിരവധി വാച്ച് ഫേസുകൾ നമുക്കിവിടെ കാണാം. ഇഷ്ടമുള്ള വാച്ച് ഫേസ് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. സാധാരണ സ്മാർട്ട് വാച്ചുകളിൽ ഒരു 5 എണ്ണമൊക്കെ ആയിരിക്കും വാച്ചിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വാച്ച് ഫേസുകൾ ഡിഫോൾട്ടായിട്ട് ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വാച്ച് ഫേസാണ് ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലിൻ്റെ സൈസ് കൃത്യമായി കാണാൻ സാധിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് കളറിലെ വാച്ച് ഫേസുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബെസൽ ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇനി അതിലും കൂടുതൽ വാച്ച് ഫേസ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡാഫിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിരവധി ക്ലൗഡ് വാച്ച് ഫേസുകൾ, അതായത് ഓൺലൈനിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന തരത്തിൽ നിരവധി വാച്ച് ഫേസുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓരോന്നായിട്ട് ലോഡായി വരുന്നേ ഉള്ളൂ. നിരവധി വാച്ച് ഫേസുകൾ അത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിനകത്ത് ഇതുപോലെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കണ്ട ഓൺലൈൻ വാച്ച് ഫേസുകൾ നമ്മുടെ വാച്ചിലേക്ക് ഡൗൺലോഡ് ആവും. ഈ ഒരു വാച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ടോഗുകൾ നമുക്ക് കാണാം. ഇവിടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെ തന്നെ അതിൻ്റെ ഒരു വെതർ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. സെറ്റിംഗ്സ് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. താഴെ നിന്ന് ഇതുപോലെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ, എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വേണമെന്ന് നമുക്ക് ഡാഫിറ്റിൽ തീരുമാനിക്കും. അത് അവിടെ കാണിക്കും. വാച്ചിൽ ഇടതു നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ ആദ്യം തന്നെ വരുന്നത് AI വോയിസ് അസിസ്റ്റൻ്റ് ആണ്. നേരത്തെ നമ്മൾ കണ്ട ഗൂഗിൾ അസിസ്റ്റൻറ്റ്. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് കോളുകൾ നമുക്ക് കാണാം, ആരെയൊക്കെ അടുത്തിടെ നമ്മൾ വിളിച്ചു എന്നുള്ളത്. അതുപോലെ ഡയൽ പാഡ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയൽ ചെയ്ത് ആരെങ്കിലും കോൾ ചെയ്യാം. പിന്നെ നമുക്ക് കോൺടാക്ട്സ് ഒക്കെ കാണാനായിട്ട് ഇവിടെ കോൺടാക്ട്സ് ഓപ്ഷൻ ഉണ്ട്. വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ ആക്ടിവിറ്റി, എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് മോഡിലേക്ക് എത്തും. ഇത് ഹാർട്ട് റേറ്റ് മോണിറ്ററാണ്. ഓർക്കുക 24/7 കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്റർ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്തുണ്ട്. ഡെഡിക്കേറ്റഡ് ഹാർട്ട് റേറ്റ് സെൻസർ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഈ ക്രൗൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു പോകാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമുക്ക് ഈ ഒരു വാച്ചിനകത്തുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ നമുക്കിവിടെ കാണാനും സാധിക്കും. ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷനെ പറ്റി പറഞ്ഞാൽ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. നമുക്കൊരു 8 മുതൽ 10 മീറ്റർ അകലം വരെ സ്മാർട്ട് ഫോണിൽ നിന്ന് 8 മുതൽ 10 മീറ്റർ അകലം വരെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് കണക്റ്റഡ് ആയിരിക്കും. ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ ദൂരം വരെ നിന്നാലും ഫോണിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ഈ ഒരു വാച്ചിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ആദ്യം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഡാഫിറ്റ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തു. അത് ഈസി ആയിരുന്നു. പക്ഷേ ഫോണിൻ്റെ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോൾ പോലുള്ള ഫീച്ചറുകൾ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒരല്പം എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എന്നിരുന്നാലും ഇപ്പോൾ കുഴപ്പമില്ലാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ച് ഇതുപോലെ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ഇവിടെ ഡയൽ പാഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കോളൊക്കെ വിളിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു നമ്പർ വെറുതെ ഡയൽ ചെയ്യുകയാണ്. ഡയൽ ചെയ്ത നമ്പർ തെറ്റാണ്. നമ്പർ പരിശോധിച്ച ശേഷം വീണ്ടും ശ്രമിക്കുക.
आपके द्वारा डायल किया गया അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സ്പീക്കറിൽ നിന്ന് സൗണ്ട് കേൾക്കും. വാഹനമൊക്കെ ഓടിക്കുന്നവർക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അതും ഒരിക്കലും നല്ല കാര്യമല്ല. കാര്യം ബ്ലൂടൂത്ത് പോലുള്ള ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യുന്നത് പോലും ഇപ്പോൾ ശിക്ഷാർഹമാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കട്ടെ. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ 220 mAh ബാറ്ററിയാണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതൊരു 4 ദിവസത്തെ ബാറ്ററി ലൈഫാണ് മോലൈഫ് അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും നമുക്കൊരു 3 ദിവസത്തെ ബാറ്ററി ലൈഫെങ്കിലും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു വാച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പവും ഐഫോണുകളോടൊപ്പം ചേർത്ത് പെയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഡാഫിറ്റ് എന്ന് പറയുന്ന ആപ്പ് ആപ്പിൾ iOS ആൻഡ്രോയിഡിലും ഉള്ളതുകൊണ്ട് തന്നെയും 2 വാച്ചുകളോടും നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ 8 വ്യത്യസ്ത നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ലഭ്യമാകുന്നത്. നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാം. ഒന്ന് മോലൈഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നാൽ നമുക്ക് വാങ്ങാം. മോലൈഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രൈസ് നോക്കിയപ്പോൾ കണ്ടത് 2899 രൂപയാണ്. എന്നാൽ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 2999 രൂപയാണ്. 100 രൂപ കൂടി കൂടുതലാണ്. അപ്പോൾ മോലൈഫിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാം. എന്ത് തന്നെയായാലും 3000 രൂപയിൽ താഴെ പ്രൈസ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാനോ കുറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 3000 രൂപയിൽ താഴെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാം. മാത്രമല്ല നമ്മുടെ കാഴ്ചക്കാർ ഈ ഒരു വാച്ച് വാങ്ങുന്ന സമയത്ത് 500 JG എന്ന കൂപ്പൺ കോഡ് കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 500 രൂപയുടെ ഡിസ്കൗണ്ട് നമ്മുടെ കാഴ്ചക്കാർക്ക് മാത്രമായിട്ട് മോലൈഫ് നൽകുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ് മോലൈഫിൻ്റെ സെൻസ് 500 Pro എന്ന ഒരു സ്മാർട്ട് വാച്ച്. ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു കോൾ ഫീച്ചറും AI ഫീച്ചറും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മികച്ചൊരു ഡിസ്പ്ലേയും നല്ല ഡിസ്പ്ലേ സൈസും ഒക്കെ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് ഈ ഒരു മോലൈഫ് സെൻസ് 500.